എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചില വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ കൃത്യമായ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമാണ് എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങളേവരും കാത്തിരിക്കുന്ന +1 സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരവും ഈ ഒരു അലോട്ട്മെന്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യവും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. അപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ഒരു സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് HSCAP എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാം. ഇനി ആ കാര്യത്തിൽ സംശയമുള്ളവർക്കായി നമ്മൾ മുമ്പ് ചെയ്ത ലൈവ് റെക്കോർഡ് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാം. ഇനി അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഈ ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ്, അതായത് +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രധാന അലോട്ട്മെന്റുകളിൽ അവസാനത്തെ അലോട്ട്മെന്റ് ആണ് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം നിർബന്ധമായും ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുമ്പോൾ ഏത് ദിവസം ഏത് സമയത്താണ് അഡ്മിഷൻ എടുക്കാനായി പോകേണ്ടത് എന്നുള്ള കാര്യം കാണാൻ സാധിക്കും. ആ ദിവസം അതേ സമയത്ത് തന്നെ പുതുതായി അലോട്ട്മെന്റ് ലഭിച്ച സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൽ പോയി നിങ്ങൾ പ്രവേശനം നേടിയിരിക്കണം. ഇത്തരത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ആവശ്യമാണ്. അലോട്ട്മെന്റ് സ്ലിപ്പ് അവിടെ നിന്നും പൂരിപ്പിച്ച് കൊടുക്കണം. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യമുള്ളത് എന്നും അലോട്ട്മെന്റ് സ്ലിപ്പ് എങ്ങനെ തെറ്റുകൂടാതെ പൂരിപ്പിക്കാം എന്നുള്ള വീഡിയോയും നമ്മൾ മുമ്പ് കഴിഞ്ഞ അലോട്ട്മെന്റുകളെല്ലാം വന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സംശയമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായും നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടിയിരിക്കണം. ഇനി അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള സംശയം പല വിദ്യാർത്ഥികൾക്കും ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും സാധ്യതകൾ ഉണ്ട്. കാരണം +1 പുതിയ ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യത്തിലുള്ള തീരുമാനം അധികം വൈകാതെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തു വരും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ ആ ബാച്ചുകളിലേക്ക് സെക്കൻഡ് ട്രാൻസ്ഫറും അതിനുശേഷം പുതിയ അലോട്ട്മെന്റും ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഇത്തരത്തിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ചതിന് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക് വീണ്ടും ഒരു അലോട്ട്മെന്റ് കൂടെ, അത് ചിലപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആയിരിക്കില്ല, പുതിയ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് സ്പോട്ട് അഡ്മിഷൻ രീതിയിലുള്ള അഡ്മിഷൻ ആവാനാണ് സാധ്യത. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും അപേക്ഷിക്കാനും അലോട്ട്മെന്റ് ലഭിക്കുമോ എന്ന് ഒരിക്കൽ കൂടെ ശ്രമിച്ചു നോക്കാനുമുള്ള അവസരം ഇനിയും മുന്നിൽ ഉണ്ട് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനിയും ചെറിയൊരു സാധ്യത കൂടെ നിങ്ങളുടെ മുന്നിൽ ബാക്കിയുണ്ട്. ആ കാര്യങ്ങൾ, ഈ ഒരു വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ ആയാലും ഇനി വരുന്ന അലോട്ട്മെന്റ് ആയാലും അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയിച്ചു തരും. ഇനി സെക്കൻഡ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായി വന്നു കഴിഞ്ഞാൽ അതും നിങ്ങളെ അധികം വൈകാതെ തന്നെ അറിയിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയം മുമ്പാണ് ഈ അലോട്ട്മെന്റ് പുറത്തു വന്നിട്ടുള്ളത്. ഈ വിവരം പരമാവധി എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക. അപ്പോൾ വിദ്യാഭ്യാസപരമായ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.